രാജ്യത്ത് എയർ ടിക്കറ്റ് റീഫണ്ട് നിയമങ്ങളിൽ പുത്തൻ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. റീഫണ്ട് പ്രക്രിയ കൂടുതൽ യാത്രാ സൗഹൃദവും സുതാര്യവും മികച്ചതുമാക്കാനാണ് പുത്തൻ മാറ്റങ്ങൾക്കുള്ള പ്രൊപ്പോസൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഏവിയേഷൻ റെഗുലേറ്ററായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശങ്ങളിൽ തീരുമാനമായി കഴിഞ്ഞാൽ സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ് റീഫണ്ട് പ്രക്രിയ കൂടുതൽ ലളിതമാകും. നിരന്തരമായി ഫ്ലൈറ്റുകൾ വൈകുക, അമിതമായ യാത്രാനിരക്ക് ഈടാക്കുക, സുതാര്യമല്ലാത്ത ക്യാൻസലേഷൻ നയങ്ങൾ എന്നിവ മൂലം ബുദ്ധിമുട്ടിയ യാത്രക്കാർക്ക് എയർലൈൻ യാത്രകളോടുള്ള വിശ്വാസ്യത വീണ്ടും ഊട്ടിയുറപ്പിക്കാനുള്ള നടപടി അധികൃതർ ഉടൻ കൈക്കൊള്ളാനാണ് സാധ്യത. ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ സൗജന്യമായി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അവസരം നൽകുകയെന്നതാണ് പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്. ഈ സമയത്തിനുള്ളിൽ ടിക്കറ്റുകളിൽ മാറ്റം വരുത്താനോ റദ്ദാക്കാനോ അധിക ചാർജ് ഈടാക്കില്ല. എന്നാൽ ഉയർന്ന ടിക്കറ്റ് നിരക്കുള്ള വ്യത്യസ്തമായ ഇടത്തേക്കാണ് യാത്ര മാറ്റുന്നതെങ്കിൽ അതിനുള്ള അധിക തുക ഈടാക്കേണ്ടി വരും. വിമാനയാത്രയ്ക്ക് 5 ദിവസത്തിൽ താഴെ മാത്രം സമയമുള്ളപ്പോൾ നടത്തുന്ന ഡൊമസ്റ്റിക് ബുക്കിംഗ്, 15 ദിവസത്തിൽ താഴെ മാത്രമുള്ളപ്പോൾ നടത്തുന്ന അന്താരാഷ്ട്ര ബുക്കിംഗ് എന്നിവയ്ക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. 48 മണിക്കൂറിന് ശേഷമാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ക്യാൻസലേഷൻ ചാർജുകൾ നൽകേണ്ടി വരും. 21 ദിവസത്തിനുള്ളിൽ റീഫണ്ട് പ്രക്രിയ പൂർത്തീകരിക്കണമെന്നാണ് DGCA കരട് നയം നിർദ്ദേശിക്കുന്നത്. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് 48 മണിക്കൂറിനേക്കാൾ വൈകിയാലും യാത്രക്കാരനെ മാർക്ക് ചെയ്തിരിക്കുന്നത് നോ ഷോ എന്നാണെങ്കിലും എയർപോർട്ട് ഫീ, സ്റ്റാറ്റ്യൂട്ടറി ടാക്സ് എന്നിവ റീഫണ്ട് ചെയ്യണമെന്നാണ് പുതിയ വ്യവസ്ഥയിലെ നിർദ്ദേശങ്ങൾ. മാത്രവുമല്ല, പേരിലുള്ള ചെറിയ തിരുത്തലുകൾ വെബ്സൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ചാർജുകൾ ഈടാക്കാൻ പാടില്ലെന്ന് എയർലൈനുകൾക്ക് നിർദ്ദേശം നൽകാനും തീരുമാനമുണ്ട്.